സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സി ബി നിർമ്മല എഴുതിയ നോവൽ ഇലിവീഴ പൂഞ്ചിറ തുടരുന്നു. ഭാഗം 6. ഷീബേ. വീടിൻ്റെ മുറ്റത്തു നിന്നും പൗലോസ് ചേട്ടൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ടവൾ ഞെട്ടിത്തിരിഞ്ഞു. അപ്പച്ചനും ബേബിച്ചായനെ ഇങ്ങോട്ട് തന്നെ നോക്കി മുറ്റത്തിറങ്ങി നിൽക്കുന്നു. ഞാൻ പോട്ടെ. അവൾ വന്നതുപോലെ തന്നെ വീടിന് നേർക്ക് തിരിഞ്ഞോടിപ്പോയി. കൈത്തോടിനക്കരെ റോഡരികിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നതും ഷീബ അവൻ്റെ സമീപത്തേക്ക് ഓടിച്ചെല്ലുന്നതും വീടിന് മുകളിലെ കല്ലുവെട്ടാങ്കുഴിക്കരികെ നിന്ന പൗലോസ് ചേട്ടൻ കണ്ടിരുന്നു. ഷീബ മുറ്റത്തെത്തി. ആരാടിയത്? പൗലോസ് ചേട്ടൻ നെറ്റി ചുളിച്ച് മകളെ നോക്കി. ജിമ്മിച്ചനാ. ഏത് ജിമ്മിച്ചൻ? പെരുന്നാളിൻ്റെ സാലി ആൻറ്റിയുടെ കൂടെ വയനാട്ടിൽ നിന്ന് വന്ന. അവൻ പോയില്ലായിരുന്നോ? പോയിട്ട് വന്നതാ. എന്തിന്? എനിക്കറിഞ്ഞൂടാ. നീ എന്തിനാ അവൻ്റെ അടുത്തോട്ട് ഓടിപ്പോയത്? നേരത്തെ പരിചയമുള്ളത് കൊണ്ടാ. പോ അകത്ത്. ഷീബ വേഗം അകത്തേക്ക് പോയി. തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് നിൽക്കുകയായിരുന്നു ജിമ്മിച്ചൻ. ഷീബയുടെ വീട്ടുകാർ തന്നെ കണ്ട സ്ഥിതിക്ക് അവിടെയൊന്ന് കയറിയിട്ട് പോകുന്നതാണ് അന്തസ്സെന്ന് തോന്നി. അവൻ ഷീബയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. പൗലോസ് ചേട്ടനും മകനും അവനെ അടിമുടി നോക്കി. നീ ഏതാ? വയനാട്ടിൽ നിന്ന്. ഷീബയ്ക്കറിയാം. എന്തിനാ ഇവിടെ വന്നത്? ഭരണങ്ങാനത്ത് കൊച്ചേട്ടൻ്റെ വീട് വരെ വന്നതാ. ഇവിടെയും ഒന്ന് വന്നിട്ട് പോകാമെന്ന് വെച്ചു. ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. ബേബിക്ക് ജിമ്മിച്ചൻ്റെ മട്ടും മാതിരിയും തീരെ പിടിച്ചില്ല. ഞാൻ പോകുക. ഭരണങ്ങാനത്ത് എന്ന് കൊച്ചേട്ടനെ കണ്ട് ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ഇനിയും ഞാൻ വരും. കാണാം. പോട്ടെ. വാതിൽപ്പാളിക്ക് പാതി മറഞ്ഞു നിന്നിരുന്ന ഷീബയെ കൂടി നോക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത്. അവൾ ശങ്കയോടെ മെല്ലെ ശിരസനക്കി. ജിമ്മിച്ചൻ ഇറങ്ങി കാറിനടുത്തേക്ക് നടന്നു. സന്ധ്യാനേരത്ത് ജിമ്മിച്ചൻ്റെ കാർ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ കൊച്ചേട്ടനും കുടുംബത്തിനും അമ്പരപ്പായിരുന്നു. ജിമ്മിച്ചൻ കാറിൽ നിന്നിറങ്ങി. കൊച്ചേട്ടനും കുഞ്ഞമ്മയും അവൻ്റെ അടുത്തേക്ക് വന്നു. കാറിൽ ജയനോ മറ്റോ ഉണ്ടോ എന്ന് കൊച്ചേട്ടൻ കുനിഞ്ഞു നോക്കുകയും ചെയ്തു. എന്താ ജിമ്മിച്ച? ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പം? പേടിക്കണ്ട, ആപത്തറിയിച്ചു വന്നതല്ല. ജിമ്മിച്ചൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അല്ല, യാതൊരു മുന്നറിയിപ്പുമില്ലാത്ത ജിമ്മിച്ചൻ്റെ വരവ് കണ്ടപ്പോൾ ഞങ്ങൾ. എന്താ ആരും കയറി വരാനൊന്നും പറയാത്തത്? ജയൻ കൂടെ ഇല്ലാഞ്ഞിട്ടാണോ? അയ്യോ, അതങ്ങ് മറന്നുപോയി. അല്ലെങ്കിലും ജിമ്മിച്ചനോട് ഞങ്ങൾ കയറിയിരിക്കാനൊക്കെ പറയണോ? അന്യരൊന്നുമല്ലല്ലോ, സ്വന്തം വീട് പോലെയല്ലേ, കുഞ്ഞമ്മ പറഞ്ഞു. അങ്ങനൊരു വിചാരമാണ് എനിക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അവൻ വരാന്തയിലേക്ക് കയറി. എന്തേ ജോർജ് കുട്ടി? അവനാ കവലെ കാണും. നേരം വയ്യുമ്പോൾ ഒരിറക്കമുള്ളതാ. ജിമ്മിച്ചൻ കസാരയിലിരുന്നു. ഷൈനിക്കൊക്കെ സുഖമാണോ? ലിൻസി ചോദിച്ചു. പരമസുഖമല്ലേ. ഇവിടെ വന്നതും പോയതുമൊക്കെ മറന്നു കാണുമായിരിക്കും. ഞങ്ങളെയൊക്കെ ആരോർക്കാനാ? അത് വാസ്തവം. ഞാനും നിങ്ങളെയൊക്കെ മറന്നുപോയി. വേറെ ആരാണ്ടരുടെ വീടാണെന്ന് വിചാരിച്ച് കയറിയതാ. ഈ ജിമ്മിച്ചായൻ ഇപ്പോഴും കളിതമാശയാ. ലിൻസി ചിരിച്ചു. സാലിയും ജയനുമൊക്കെ എന്നാ എടുക്കുന്നു മോനെ? കുഞ്ഞമ്മ അരികെ ചെന്ന് ചോദിച്ചു. അവരെല്ലാം നമ്മളെക്കാൾ സുഖമായിരിക്കുന്നു കുഞ്ഞമ്മച്ചി. എന്നാൽ പിന്നെ അവർക്കും കൂടി പോരായിരുന്നില്ലേ? കാറിൽ ഇഷ്ടം പോലെ സ്ഥലം. വെറുതെ കയറിയിരുന്നാൽ മതിയായിരുന്നല്ലോ, കൊച്ചേട്ടൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോരുന്ന കാര്യം അവരാരും അറിഞ്ഞില്ല. അതെന്താ? ഞാൻ പറഞ്ഞില്ല. കൊച്ചേട്ടൻ്റെ മുഖത്ത് സംശയഭാവം പടർന്നു. ആരോടും പറയാതെ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നല്ലേ കൊച്ചേട്ടൻ്റെ മനസ്സിൽ? പെട്ടെന്നൊരു തോന്നൽ പോന്നു. ആരെങ്കിലും കാണാനായിരിക്കും. ഒരു ഉദ്ദേശവുമില്ലാതെ വെറുതെ ഇത്രയും ദൂരം കാർ ഓടിച്ച് വരികയല്ലല്ലോ. കൊച്ചേട്ടൻ പറഞ്ഞത് നേരാ. ജോർജ് കുട്ടി ഓടിക്കിതച്ച് കയറി വന്നു. നടക്കല്ലേലേക്ക് ഒരു കാൽ കയറ്റി വെച്ച് നിന്ന് അവൻ കിതപ്പോടെ ജിമ്മിച്ചനെ നോക്കി ചിരിച്ചു. ഒരു കാർ ഇങ്ങോട്ട് കയറി പോരുന്നത് ഞാൻ കണ്ടു. ജിമ്മിച്ചൻ്റെ കാറാണല്ലോ എന്ന് ഓർക്കുകയും ചെയ്തു. ഞാൻ ആ കവലയിൽ നിൽപ്പുണ്ടായിരുന്നു. മോളെ ലിൻസി, ജിമ്മിച്ചനൊരു ലുങ്കി എടുത്തു കൊടുക്ക്. വേഷമൊക്കെ ഒന്ന് മാറട്ടെ, കുഞ്ഞമ്മ പറഞ്ഞു. ഓ, അതൊന്നും വേണ്ട കുഞ്ഞമ്മച്ചി. ഏതായാലും ഇന്ന് പോകുന്നില്ലല്ലോ. ഇല്ല. ലിൻസി ലുങ്കി എടുത്തു കൊണ്ടുവന്നു. ജിമ്മിച്ചൻ കാർ തുറന്ന് ബ്രീഫ് കേസ് എടുത്തു. അവൻ മുറിയിൽ കയറി വേഷം മാറി. കുഞ്ഞമ്മ അപ്പോഴേക്കും ചായ ഇട്ടു. ചായ കുടി കഴിഞ്ഞ് ജിമ്മിച്ചൻ ജോർജ് കുട്ടിയെയും കൂട്ടി പുഴയിൽ കുളിക്കാനും പോയി. കൊച്ചേട്ടൻ ചിന്താധീനനായി വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുഞ്ഞമ്മ വരാന്തയിലേക്ക് വന്നു. ഭർത്താവിനെ അല്പനേരം നോക്കി നിന്നു. എന്തു പറ്റി? അവർ ചോദിച്ചു. അവൻ എന്തിനാ വന്നത് ജിമ്മിച്ചൻ? ആർക്കറിയാം. അതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോടി. പന്തികേട് എന്നതാ? ആരോടും പറയാതെ ഓടിപ്പിടിച്ചുള്ള ഈ വരവ്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടാവുമെന്ന് കുഞ്ഞമ്മയ്ക്കും തോന്നി. ജിമ്മിച്ചനും ജോർജ് കുട്ടിയും കുളി കഴിഞ്ഞെത്തിയപ്പോഴേക്കും നേരം നല്ലവണ്ണം ഇരുട്ടിയിരുന്നു. കുടുംബ പ്രാർത്ഥനയും അത്താഴവും കഴിഞ്ഞ് സിറ്റിംഗ് റൂമിൽ കുശലം പറച്ചിലും നേരം പോക്കുകളുമായി ഇരിക്കുന്നതിനിടയിൽ കൊച്ചേട്ടൻ ചോദിച്ചു.
വാസ്തവത്തിൽ ജിമ്മിച്ചൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താ? ജിമ്മിച്ചൻ മറുപടി പറയാൻ അല്പസമയമെടുത്തു. എല്ലാവരുടെയും ശ്രദ്ധ തൻ്റെ നേർക്കാണെന്ന് അവൻ കണ്ടു. ഉദ്ദേശമുണ്ട് കൊച്ചേട്ടാ, കാര്യങ്ങൾ തുറന്നു പറയുന്നതാണല്ലോ ഭംഗി. ഞാൻ ഷീബയെ ഒന്ന് കാണാൻ വന്നതാ. എല്ലാവരുടെയും മുഖത്ത് വിസ്മയം പ്രകടമായി. കുളത്തൂക്കടവിലെ? കൊച്ചേട്ടൻ നെറ്റി ചുളിച്ചു. അതെ, അവളെ കാണേണ്ട കാര്യമെന്താ? കൊച്ചേട്ടൻ്റെ സ്വരത്തിൽ അല്പം കാർക്കശ്യം കലർന്നു. കാണണമെന്ന് തോന്നി. ജിമ്മിച്ചൻ കൊച്ചേട്ടനെ നോക്കി, കുഞ്ഞമ്മച്ചിയെ നോക്കി, ജോർജ് കുട്ടിയെയും ലിൻസിയെയും നോക്കി. എല്ലാവരും ആകാംക്ഷാഭരിതരായി ഇരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ സത്യം പറയുകയാണ്, ഇവിടെ നിന്ന് പോയ ശേഷം എനിക്ക് മനസമാധാനമില്ലായിരുന്നു. ഞാൻ അനുഭവിച്ച മനോവേദന, ഹൃദയത്തിൻ്റെ ഞെരുക്കം എല്ലാം എനിക്കേ അറിയൂ. ആരും ഒന്നും മിണ്ടിയില്ല. അവളെ ഒന്നും കാണാതെ, ഒരു തീരുമാനമെടുക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് തോന്നി. എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. കൊച്ചേട്ടൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. കൊച്ചേട്ടൻ്റെയും കുഞ്ഞമ്മയുടെയും മുഖം ഗൗരവപൂർണ്ണമായി. നീ അവളെ കണ്ടോ? കൊച്ചേട്ടൻ ചോദിച്ചു. ഉവ്വ്, ഞാൻ അവിടെ പോയിട്ടാണ് വരുന്നത്. കുളത്തൂക്കടവിൽ. എൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടി. ഷീബയ്ക്ക് നിന്നോട് സ്നേഹമാണെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ, അവളുടെ ഒരു നോട്ടത്തിൽ, ഒരു പുഞ്ചിരിയിൽ, അവളുടെ ഒരു തുള്ളി കണ്ണീരിൽ ഞാനത് കണ്ടു. വെറും സ്നേഹമൊന്നുമല്ല കൊച്ചേട്ടാ, അവളുടെ വേദനിക്കുന്ന ഹൃദയം. കൊച്ചേട്ടൻ ഭാര്യയെ നോക്കി, മക്കളെ നോക്കി. അവരുടെ എല്ലാ മുഖത്ത് അമ്പരപ്പ്. നിമിഷങ്ങളോളം നീണ്ട നിശബ്ദത. ജിമ്മിച്ച, ഇതൊരു തമാശയല്ല. നിനക്കറിയാമോ, അവളൊരു പാവമാണ്. പാവങ്ങളിൽ പാവം. ജീവിതം എന്താണെന്ന് അവൾക്കറിയില്ല. എതിർപ്പുകൾ എന്താണെന്ന് അവൾക്കറിയില്ല. വഞ്ചനയും ചതിയും അറിയില്ല അവൾക്ക്. ഞാൻ അങ്ങനെയാണ് അവളെ മനസ്സിലാക്കിയിട്ടുള്ളതും. നീയൊരു ധനവാനാണ്, കോടീശ്വരൻ. ആ നിലയിൽ ഒരു ബന്ധമേ നിനക്ക് ചേരൂ. നിന്റെ കുടുംബത്തിനൊരു യശസ്സുണ്ട്. നിന്നെ സംബന്ധിച്ച് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. നീ ആ പേരിനും പാരമ്പര്യത്തിനും കടപ്പെട്ടവനാണ്. അത് നിലനിർത്തേണ്ടവനാണ്. എല്ലാം എനിക്കറിയാം കൊച്ചേട്ടാ. ഞാൻ ദിവസങ്ങളോളം ആലോചിച്ചു. എല്ലാ വരുംവരായ്കകളും ആലോചിച്ചു. ഏറ്റവും ഒടുവിൽ എനിക്ക് ബോധ്യമായി, ഷീബ എൻ്റെ പെണ്ണായി വരുന്നത് കൊണ്ട് ഇപ്പറഞ്ഞ യാതൊന്നിനും ഒരു കോട്ടവും തട്ടാൻ പോകുന്നില്ലെന്ന്. അവൾ കൂടെയില്ലാതെ എനിക്ക് സന്തോഷകരമായ ഒരു ജീവിതമില്ലെന്ന്. സന്തോഷത്തോടെയും മനസമാധാനത്തോടെയും ജീവിക്കാനല്ലെങ്കിൽ, ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നേടാനല്ലെങ്കിൽ, പിന്നെ എനിക്ക് എന്തിനാണ് ഈ ജീവിതം? ഭാഗ്യമെന്ന് പറയാമല്ലോ. ഷീബയും അത് ആഗ്രഹിക്കുന്നു. അവൾ അങ്ങനെ പറഞ്ഞോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണോ കൊച്ചേട്ടാ നമ്മൾ മനസ്സിലാക്കുക? നമുക്കൊരു അന്തസ്സില്ലേ? അതിനപ്പുറത്ത് ഇന്ദ്രിയങ്ങളില്ലേ? അവൾ എന്നോട് പറയുന്നത് ഞാൻ കേട്ടു. ജിമ്മിച്ച, നിന്നോടൊപ്പം ചേരാൻ, നിന്റെ കൂടെ ജീവിതം പങ്കിടാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ? നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ? പക്ഷേ അതൊന്നും വെളിപ്പെടുത്താൻ കഴിയാത്ത വിധം എന്തുമാത്രം നിസ്സഹായിയാണ് ഞാൻ. എന്തുമാത്രം പാവപ്പെട്ടവളാണ് ഞാൻ. എൻ്റെ സ്നേഹവും എൻ്റെ ആശകളും കണ്ണുനീർ തുള്ളികളായി ഇരുട്ടിൽ തൂവിപ്പോവുകയാണെന്ന് നീ അറിയുന്നില്ലല്ലോ. ജിമ്മിച്ചൻ്റെ സ്വരം വികാരാധിക്യത്താൽ നേർത്തു വന്നു. വീണ്ടും നിശബ്ദത. എല്ലാവരും അരുതാത്തതെന്തോ കേട്ടതുപോലെ ഇരിക്കുകയാണ്. അവസാനം ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ജിമ്മിച്ചൻ പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ജീവിതം ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർക്കും. അതിൻ്റെ അനന്തരഫലം എന്തായാലും ഞങ്ങൾ ഒന്നിച്ചനുഭവിക്കും, ആരോടും പരാതികളില്ലാതെ. നിന്റെ വീട്ടുകാർ ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കൊച്ചേട്ടൻ ചോദിച്ചു. ആടും ആനയും പോലെ അന്തരമുണ്ട് നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ. ഞാൻ എൻ്റെ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കും. അഥവാ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ ഷീബയെ കൂട്ടിക്കൊണ്ടു പോകും. കുടുംബസ്വത്തോ സഹായമോ ഒന്നുമില്ലെങ്കിലും അവളെ പോറ്റാനുള്ള കരുത്തും ആത്മധൈര്യവും എനിക്കുണ്ട്. വെറുതെ അവൾക്ക് ആശ കൊടുക്കല്ലേ മോനെ. പാവമാ, ചങ്കു പൊട്ടിപ്പോകും. ഇല്ല കൊച്ചേട്ടാ, ജിമ്മിച്ചൻ ഒന്ന് തീരുമാനിച്ചാൽ അതിന് മാറ്റമില്ല. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപകടം പിടിച്ച ഒരു കളിതമാശ പോലെ തോന്നുന്നു. ഇതിനു പുറകെ വലിയ ആപത്ത് വരാനിരിക്കുന്ന പോലെ. ഒന്നും ഭയപ്പെടേണ്ട കൊച്ചേട്ടാ. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണെ ഭാര്യയായി വരൂ. അത് ഷീബയായിരിക്കും. ആ തീരുമാനത്തിന് നീക്കുപോക്കുകളില്ല. പക്ഷേ കൊച്ചേട്ടൻ്റെ സഹായം എനിക്ക് വേണം. ഇക്കാര്യം കൊച്ചേട്ടൻ തന്നെ ഷീബയുടെ വീട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കണം. അവരുടെ സമ്മതം വാങ്ങണം. സ്ത്രീധനം ഒന്നും എനിക്ക് വേണ്ട. പണം വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുക്കാം. അവരാരും എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ബന്ധമല്ലേ. അവരുടെ മോൾക്ക് ഇത്ര നല്ലൊരു ഭാവി ഉണ്ടാകുന്നതിൽ അകന്നിറഞ്ഞ് സന്തോഷിക്കുകയുള്ളൂ അവർ. കൊച്ചേട്ടൻ പറഞ്ഞു. കൊച്ചേട്ടൻ സൗകര്യമുള്ള ഒരു ദിവസം നോക്കി അവിടെ പോയി കാര്യങ്ങളെല്ലാം പറയണം.
എന്നിട്ട് എന്നെ അറിയിക്കണം. എൻ്റെ വീട്ടുകാരുടെ സമ്മതവും വാങ്ങണമല്ലോ. ഈ കാര്യം ഞാൻ ഏറ്റു. കൊച്ചേട്ടൻ ഉറപ്പ് നൽകി. ഇനി സംഭാഷണങ്ങൾ തുടരാൻ ഒരു വിഷയവും ഇല്ലാത്തതുപോലെയായി. ഓരോരുത്തർ ഉറങ്ങാനായി പിരിഞ്ഞു. കുഞ്ഞമ്മ ജിമ്മിച്ചൻ്റെ അടുത്ത് വന്ന് സ്വരം താഴ്ത്തി പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ ദൈവം അനുഗ്രഹിക്കും. അവളൊരു പാവമാ. എനിക്കറിയാം അവൾ എന്തുമാത്രം പാവമാണെന്ന്. എൻ്റെ മോനിങ്ങനൊരു സൽബുദ്ധി തോന്നിയല്ലോ. മാലാഖ തോന്നിച്ചതാ. കുഞ്ഞമ്മ പോയി. ജോർജ് കുട്ടി പുതിയ കവറിട്ട തലയണയുമായി വന്നു. പുറകെ ബെഡ്ഷീറ്റുമായി ലിൻസിയും. ഈ തലയണയും കിടക്കവരിയും ഒക്കെ ധാരാളം മതിയായിരുന്നല്ലോ. ജിമ്മിച്ചൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഇത് സ്പെഷ്യലാ ജിമ്മിച്ച. ജോർജ് കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സീ ഡ്രീംസുകാർക്ക് മാത്രമേ കൊടുക്കൂ. ജിമ്മിച്ചനിപ്പോൾ ഒരു എക്സ്ട്രാ തലയണ കൂടി വേണ്ട സമയമാ. കൊച്ചേട്ടൻ്റെ അല്ലേ വിത്ത്, മോശം വരില്ല. വേറെ വല്ല നമ്പറും ഉണ്ടോ? പറയാം, ഇനി അവസരങ്ങളല്ലേ ഉള്ളത്. ജോർജ് കുട്ടി പോയി. ലിൻസി ഷീറ്റ് വിരിച്ചു. ഭയങ്കരനാ കേട്ടോ. അവൾ ഒരു കള്ളനോട്ടത്തോടെ കള്ളച്ചിരിയോടെ പറഞ്ഞു. ഞാനോ? 5 അടി 11 ഇഞ്ച് പൊക്കം, തൂക്കം 74. ഞാനാ ഭയങ്കരൻ? ജിമ്മിച്ചൻ ചിരിച്ചു. പെരുന്നാൾ കൂടാനാണെന്നും പറഞ്ഞ് വന്നിട്ട് ഞങ്ങളുടെ പെണ്ണിനെ മയക്കിയെടുത്തില്ലേ? അതോ മറിച്ചാണോ സംഭവം? ഇല്ലില്ല, ഞങ്ങളുടെ കൊച്ചു പാവാ. അവൾക്കാരെ മയക്കാൻ അറിയത്തില്ല, അറിഞ്ഞാലും ചെയ്യുകയുമില്ല. അപ്പോൾ പിന്നെ ഞാൻ പിഴയാളി. സംശയം എന്താ? ആ 5-6 ദിവസത്തിനിടയ്ക്ക് എന്തു മന്ത്രം ചൊല്ലിയാ ഞങ്ങളുടെ പെങ്കൊച്ചിനെ അടിച്ചെടുത്തത്? ആരും അറിയാതെയും കാണാതെയും. വശീകരണ മന്ത്രം. ജിമ്മിച്ചൻ ചിരിച്ചു. ബാക്കിയുള്ളവരും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നേ. എന്നെയൊന്നും കണ്ണിൽ പിടിച്ചില്ല അല്ലേ? ജിമ്മിച്ചൻ അവളെ സൂക്ഷിച്ച് നോക്കി. കണ്ണിൽ അസൂയയുടെ ഒരല. അയ്യോ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ കേട്ടോ. അവൾ തെല്ലുറക്കെ ചിരിച്ചു. അല്ല, കാര്യമായിട്ടാണെങ്കിലും കുഴപ്പമില്ല. അടുത്ത ചാൻസ് ഞാൻ ലിൻസിക്ക് തന്നേക്കാം. അവൾ അവനെ ഗൗരവമായി ഒന്ന് നോക്കി. എന്ന് വെച്ചാൽ നെക്സ്റ്റ് ജന്മത്തിൽ. അയ്യടാ, അന്നിങ്ങേരും വല്ല ധർമ്മക്കാരനുമായിരിക്കും. ആർക്ക് വേണമെന്നറിഞ്ഞില്ല. ജിമ്മിച്ചൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. കിടക്കയിലേക്ക് വീണിട്ട് അവൻ പറഞ്ഞു, ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവൾ മുറിയിൽ നിന്ന് പോയി. ജിമ്മിച്ചൻ ഉറങ്ങാൻ കിടന്നു. കാര്യങ്ങൾ അങ്ങേയറ്റം ലളിതവും സുഗമവുമായി കഴിഞ്ഞതുപോലെ അവന് തോന്നി. ആശങ്കകൾ അസ്ഥാനത്താണ്. ഭയപ്പെടാനൊന്നുമില്ല. ഒരു തീരുമാനമെടുത്തു. ഇനി അത് നടപ്പാക്കിയേ വേണ്ടൂ. അതിനുള്ള കരുത്തും ധൈര്യവും ഉണ്ട് താനും. അകലെ തോട്ടുപക്കത്ത് ഒറ്റത്തടി പാലത്തിനപ്പുറത്ത് കാത്തിരിപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും വിങ്ങൽ ഒരു തുള്ളി കണ്ണീരിലൊതുക്കി കിതച്ചു നിൽക്കുന്ന പെൺകിടാവിൻ്റെ രൂപം സ്പോട്ട്ലൈറ്റിൽ എന്ന പോലെ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. ജിമ്മിച്ചൻ പോകാനിറങ്ങിയപ്പോൾ എല്ലാവരും പൂമുഖത്തേക്ക് വന്നു. കാറിനടുത്ത് വന്നിട്ട് അവൻ തിരിഞ്ഞ് എല്ലാവരെയും നോക്കി. കൊച്ചേട്ടൻ അവൻ്റെ അരികെ ചെന്നു. സൂക്ഷിച്ചു പോണേ മോനെ. ഇപ്പം പത്രം എടുത്ത് നോക്കിയാൽ എന്നും അപകടങ്ങളാണ് കാണുന്നത്. ജിമ്മിച്ചൻ തലയാടി. കൊച്ചേട്ടൻ എന്നാ കുളത്തൂക്കടവിന് പോകുന്നേ? ഞാൻ പൊയ്ക്കോളാം. ഒട്ടും ഉപേക്ഷ വിചാരിക്കില്ല. എന്നാലും എന്നാണ് പോകുന്നതെന്നറിഞ്ഞാൽ ആ ദിവസം പ്രത്യേക പ്രാർത്ഥനയും വഴിപാടും കഴിക്കാൻ ഉദ്ദേശമുണ്ടോ? അതുകൊണ്ടല്ല, അതെന്നാണെന്നറിയാനുള്ള അടുത്ത ഞായറാഴ്ച തന്നെ പോയേക്കാം. നല്ലൊരു ദിവസം നോക്കി വേണ്ടേ പോകാൻ? ഞായറാഴ്ച ആക്കണോ? നാളെ തന്നെ ആയാൽ? എടാ മോനെ, പാലാക്കാരുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, വേവുന്നത് വരെ ക്ഷമിക്കാമെങ്കിൽ ആറുന്നത് വരെ ക്ഷമിച്ചൂടേന്ന്. ഓ, ക്ഷമിക്കാം. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? നീ ഇപ്പം ഞങ്ങൾക്ക് അന്യനൊന്നുമല്ല. ഞങ്ങളുടെ ഷീബക്കൊച്ചിൻ്റെ കഴുത്തിൽ മിന്നു കെട്ടുന്നവൻ ആരോ അവൻ എനിക്ക് എൻ്റെ മകനെ പോലെയാ. നിന്റെ മനസ്സിലാണെങ്കിൽ ആ താലികെട്ട് കഴിഞ്ഞെന്നും അറിയാം. കൊച്ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ജിമ്മിച്ചൻ ചമ്മലോടെ മറ്റുള്ളവരെ നോക്കി. ഞാനും ഈ പ്രായങ്ങളൊക്കെ താണ്ടി കടന്നല്ലേ പോകുന്നത്. കുളത്തൂക്കടവിലെ കാര്യമോർത്ത് നീ വിഷമിക്കേണ്ട. അവർക്ക് 100 സമ്മതവും പൊന്നു മനസ്സുമായിരിക്കും. ആ പെങ്കൊച്ച് സന്തോഷം കൊണ്ട് കരഞ്ഞു പോകും. ആ സന്തോഷം അവൾക്ക് ഒരു ദിവസം നേരത്തെ കൊടുത്താൽ? ഏറ്റെന്ന് പറഞ്ഞില്ലേ ജിമ്മിച്ച? കൊച്ചേട്ടൻ അവൻ്റെ തോളിൽ തട്ടി. നീ പോയി നിന്റെ കടുവാപ്പാപ്പനെയും വീട്ടുകാരെയും മെരുക്കാൻ നോക്ക്. ജിമ്മിച്ചൻ തല കുലുക്കി. കുഞ്ഞമ്മച്ചി, ലിൻസി, ജോർജൂട്ടി പൊയ്ക്കോട്ടെ. അവൻ കാറിൽ കയറി. ഡോറടച്ചു. മുറ്റത്തിട്ട് കാറ് തിരിച്ച ശേഷം അവൻ അവരെ കൈ ഉയർത്തി കാണിച്ചു. പിന്നെ ഓടിച്ചു പോയി. തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുവാണ് ആ പോകുന്നതെന്ന് കൊച്ചേട്ടനും കുടുംബാംഗങ്ങൾക്കും തോന്നി. നല്ല കൊച്ചൻ, നല്ല മനസ്സ്. കോടിക്കണക്കിനുണ്ടെങ്കിലും അതിൻ്റെ വല്ല അഹമ്മതിയുണ്ടോ? ഇങ്ങനത്തവർക്ക് ദൈവം വാരിക്കോരി കൊടുത്തോട്ടെ. നമുക്കില്ലെങ്കിലും വേണ്ടുകയില്ല. കുഞ്ഞമ്മച്ചി നിറമനസ്സോടെ പറഞ്ഞു. കാര്യം ശരിയാ. വിവരം അറിയുമ്പോൾ അവൻ്റെ വീട്ടിൽ എന്തൊക്കെ പുകിലാ ഉണ്ടാകുന്നതെന്ന് ആർക്കറിയാം. എന്നാ പുകിലുണ്ടായാലും ജിമ്മിച്ചൻ അവളെ കെട്ടിയേ അടങ്ങത്തുള്ളൂ. ജോർജ് കുട്ടി പറഞ്ഞു. ഞാൻ എൻ്റെ പെങ്കൊച്ചിനെ ഒന്ന് കാണട്ടെ.
ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട്, ആ ചെക്കനെ നീ എങ്ങനെ മയക്കിയെടുത്തെന്ന്. കുഞ്ഞമ്മച്ചി കുളത്തൂക്കടവിന് നേർക്ക് നീളുന്ന റോഡും ആ ദിക്കിലേക്ക് പക്ഷികൾ പറക്കുന്ന ആകാശവും നോക്കി പറഞ്ഞു. ജിമ്മിച്ചൻ കാർ പോർച്ചിൽ കാർ നിർത്തി ഇറങ്ങി. ധൈര്യമെല്ലാം കുറേശ്ശെ ചോർന്നു പോകുന്നത് പോലെ. വലിയൊരു ശത്രുനിരയാണ് നേരിടേണ്ടത്. അതിനെ ഭേദിച്ചാണ് കടന്നു പോകേണ്ടത്. കടുവാപ്പാപ്പനും 18 അക്ഷൗഹിണിപ്പടയും ബലത്തോടെ നിന്ന് പൊരുതും. ഈ യുദ്ധത്തിൽ തനിക്ക് തേരാളിയില്ല. ആയോധനമുറകൾ ഉപദേശിക്കാൻ ആരുമില്ല. കള്ളത്തരത്തിനും ചതിക്കും സ്ഥാനവുമില്ല. നേരെ പൊരുതി കയറുക. ജിമ്മിച്ചൻ 4-5 തവണ ശ്വാസം വലിച്ചു വിട്ടു. പിന്നെ പൂമുഖവാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. കടുവാപ്പാപ്പൻ പതിവ് പോലെ ഹാളിൽ തന്നെയുണ്ട്. സങ്കോചത്തോടെ ജിമ്മിച്ചൻ അകത്തേക്ക് കടന്നു. ആ, നീ വന്നോ? പാപ്പൻ നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു. ജിമ്മിച്ചൻ ഒന്നും മിണ്ടിയില്ല. റോസമ്മേ, ദാ ജിമ്മിച്ചൻ വന്നു. അവന് വല്ലതും കഴിക്കാൻ കൊണ്ടെടുത്ത് വെക്ക്. അടുക്കളയുടെ നേർക്ക് നോക്കിക്കൊണ്ട് പാപ്പൻ പറഞ്ഞു. പിന്നെ ജിമ്മിച്ചനെ നോക്കി. നീ ചോറുണ്ടായിരുന്നോടാ? ഇല്ല. നല്ല വിശപ്പ് കാണും. പോയി വല്ലതും കഴിക്ക്. സൗമ്യതയോടെയും പുഞ്ചിരിയോടെയുമാണ് കടുവാപ്പാപ്പൻ സംസാരിക്കുന്നത്. വ്യാക്രത്തെ പോലെ അലറിക്കൊണ്ട് തൻ്റെ മേൽ ചാടി വീഴുന്നതിന് പകരം. തൻ്റെ യാത്രോദ്ദേശത്തെപ്പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടാവില്ലേ? എന്നിട്ടും അഭിനയമാണോ? ജിമ്മിച്ചൻ നേരെ സ്റ്റെയർ കേസ് കയറി മുകൾ നിലയിലെ തൻ്റെ മുറിയിലെത്തി. ജീൻസും ടീഷർട്ടും മാറ്റി ലുങ്കി എടുത്തുടുത്തു. മുറി താൻ പോയപ്പോഴത്തേതുപോലെ തന്നെ അടുക്കോടും ചിട്ടയോടും കിടക്കുന്നു. ജിമ്മിച്ചൻ ലോബിയിലേക്ക് ഇറങ്ങുമ്പോൾ താഴെ നിന്ന് മമ്മിയുടെ വിളി കേട്ടു. ജിമ്മിച്ചാ, ചോറെടുത്തു വെച്ചു. അവൻ ഡൈനിങ് റൂമിൽ ചെന്നു. ചോറും കറികളും എല്ലാം വിളമ്പി വെച്ചിരിക്കുന്നു. പാപ്പൻ പൂമുഖവാതിലിൻ്റെ കട്ടിളയിൽ ഒരു കൈ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്തോ ആലോചിക്കുകയാണെന്ന് തോന്നി. മമ്മി, വെള്ളം, ജിമ്മിച്ചൻ പറഞ്ഞു. അവർ ജഗ്ഗിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചു. അവൻ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി. മമ്മി അവനെയും നോക്കി. രണ്ടുപേരുടെയും നോട്ടം അർത്ഥഗർഭമായിരുന്നു. മമ്മിയുടെ മുഖത്ത് മയമൊന്നുമില്ലെന്ന് അവൻ കണ്ടു. മനസ്സിനുള്ളിൽ ആരോടോ എന്തിനോടോ കടുത്ത എതിർപ്പും രോഷവും ഉള്ളതുപോലെ. അതെന്നും അങ്ങനെയായിരുന്നു. മമ്മിയുടെ ഉള്ളിലൊരു കരടുണ്ടെങ്കിൽ മുഖത്ത് അതിൻ്റെ നിഴൽ കാണും. ഷൈനി എവിടെ മമ്മി? ജിമ്മിച്ചൻ ലോഹ്യം ചോദിച്ചു. ആർക്കറിയാം, വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോയോന്ന്. കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അതും പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോയി. ആ കൊട്ട് ജിമ്മിച്ചന് ശരിക്കേറ്റു. അപ്പോൾ കാര്യങ്ങൾ വേണ്ടതുപോലെ വളർന്ന് വികസിച്ചിട്ടുണ്ട്. അവൻ ഊണ് കഴിക്കാൻ തുടങ്ങി. പാപ്പൻ അവിടേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ കിടിലങ്ങൾ ഉണർന്നു. പാപ്പൻ വാതിൽ കർട്ടനിടയിലൂടെ തല അകത്തേക്കിട്ട് ജിമ്മിച്ചനെ നോക്കി. നല്ല വിശപ്പുണ്ടായിരുന്നു അല്ലേടാ? ജിമ്മിച്ചൻ വെറുതെ തലയാട്ടി. കഴിക്ക്, വയറ് നിറയെ കഴിക്ക്. ജിമ്മിച്ചൻ ഒരു കവിൾ വെള്ളം കുടിച്ചു. വല്ലയിടത്തും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകണ്ടേടാ. ആ ജയനും കുഞ്ഞുമോനും നിന്നെ തിരക്കാത്ത സ്ഥലമില്ല. അപ്പോൾ ഇങ്ങനെയാണ് തുടക്കം. ഇതും കടുവാപ്പാപ്പൻ്റെ ഒരു നയം തന്നെ. ചിരിച്ചുകൊണ്ടുള്ള കഴുത്തറക്കൽ. ജിമ്മിച്ചൻ യുദ്ധസജ്ജനായി. എന്നാൽ ഊണ് കഴിയും വരെ കടുവാപ്പാപ്പൻ ഒന്നും ചോദിച്ചില്ല. ഊണ് കഴിഞ്ഞ് കൈ കഴുകിയതും പാപ്പൻ ഡൈനിങ് റൂമിലേക്ക് കടന്ന് ഒരു കസേര വലിച്ചിട്ടിരുന്നു. ജിമ്മിച്ചൻ വാഷ് ബേസിന് മുമ്പിലെ കണ്ണാടിയിലൂടെ അത് കണ്ടു. അവൻ പിന്നെയും കൈ കഴുകിക്കൊണ്ട് നിന്നു. മതിയട കഴുകിയത്, ഊണിൻ്റെ കാശ് ഞാൻ കൊടുത്തേക്കാം. കടുവ ഫലിതം പറയുന്നു. എന്താണ് ഈ മൂട്? ജിമ്മിച്ചൻ ടൗവലെടുത്ത കൈ നല്ലപോലെ തുടച്ചു. ഓരോ വിരലും തുടച്ചു. പാപ്പൻ അക്ഷമയോടെ അവൻ്റെ നേർക്കൊരാംഗ്യം കാട്ടി. നേരെ മുമ്പിൽ ചെന്നിരിക്കാൻ. ബലിക്കല്ലിലേക്ക് ആനയിക്കപ്പെടുന്ന ബലിമൃഗത്തെ പോലെ അവൻ നീങ്ങി. കസേര വലിച്ചിട്ട് പാപ്പനെതിരെ ഇരുന്നു. പാപ്പനൊരു വല്ലാത്ത ചിരിയോടെ അവനെ നോക്കി. യാത്രയൊക്കെ സുഖമായിരുന്നോടാ? ആ, നീ പോയ കാര്യം സാധിച്ചോ? ജിമ്മിച്ചൻ പതറി. മനസ്സിലായില്ലേ? കുളത്തൂക്കടവിലെ ആ പെണ്ണിനെ ചെന്ന് കണ്ടോന്ന്? കണ്ടു. സമാധാനമായ നിനക്ക്? ആയി. ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തു പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, എനിക്കറിയാം. വല്യപ്പച്ചനോടും ആരോടും പറയാതെ പോയത്. പറഞ്ഞാൽ നിങ്ങളാരും സമ്മതിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. സഹിക്കാൻ പറ്റിയില്ല. ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോഴാരോടും മിണ്ടാതെ പോയത്. ആ പോട്ടെ, അതെല്ലാം കഴിഞ്ഞല്ലോ. നിനക്കിപ്പം മനസ്സമാധാനമുണ്ടോയെന്ന് അറിഞ്ഞാൽ മതി. എനിക്ക് ഉണ്ട്. നന്നായി. ജയനോടും കുഞ്ഞുമോനോടും ഞാൻ ചോദിച്ചായിരുന്നു. ആദ്യം അവരൊരു കള്ളക്കളി കളിക്കാൻ നോക്കി. പിന്നെ ഉള്ള സത്യമെല്ലാം പറഞ്ഞു. ഞാൻ ആദ്യം വല്ലാതെ പതറിപ്പോയി, ചങ്ക് വിരങ്ങിയ പോലെ. പിന്നെ ഓർത്തു, പിള്ളേരല്ലേ, എന്നതാ എപ്പോഴാ തോന്നാൻ മേലാത്തത്? കാര്യമായിട്ട് തീരുമെന്ന് തോന്നിപ്പിക്കുന്നു. ചില കുട്ടിക്കളികളൊക്കെ ഇല്ലാത്ത ജീവിതം മുന്നോട്ട് പോകാൻ വലിയ വിഷമമാണ്. കളി എപ്പം നമ്മൾ കാര്യമാക്കിയോ അപ്പം നമ്മൾ തോറ്റെന്ന് ഉറപ്പിച്ചു. എന്നാലും അതല്ല ഞാൻ ഓർക്കുന്നത്. നീ പഠിച്ചതല്ലേ, ലോകവിവരമുള്ളവനല്ലേ. നിനക്ക് എങ്ങനെ ഇതുപോലൊരബദ്ധം പറ്റി? രത്നക്കല്ല് കളഞ്ഞിട്ട് പളുങ്കിന് പിറകെ പോകുമോടാ ആരെങ്കിലും? പോട്ടെ, ഒരു പിശകൊക്കെ എത്ര വിദ്വാനും പറ്റും.
എനിക്ക് പിശകൊന്നും പറ്റിയിട്ടില്ല. നന്നായി, നീ പോയി പെണ്ണ് കണ്ട ആലോചനയില്ലേ, അത് നടത്താൻ സമ്മതമാണെന്ന് ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞു. ജിമ്മിച്ചൻ മനസ്സിലാകാത്ത മട്ടിൽ നോക്കി. നീ ഓർക്കുന്നില്ലേടാ, നീയും ജയനും കുഞ്ഞുമോനും കൂടി പോയി കണ്ട പെണ്ണ്? ഞാൻ വാക്കു പറഞ്ഞു. അടുത്ത ഞായറാഴ്ച കല്യാണം ഉറപ്പിക്കാൻ അവരിങ്ങോട്ട് വരും. ഒരു പെണ്ണ് കെട്ടിയാലേ നിനക്ക് ശരിക്കൊരു ഉത്തരവാദിത്വം വരത്തുള്ളൂ. പറഞ്ഞു തീർന്നതുപോലെ പാപ്പൻ എഴുന്നേറ്റു. കൈകൾ പിന്നിൽ കെട്ടി ജിമ്മിച്ചൻ ടെറസിലൂടെ നടന്നുകൊണ്ടിരുന്നു, വളരെ ദൂരേക്കെന്നവണ്ണം. ചിലപ്പോൾ അവൻ്റെ കാൽവയ്പ്പുകൾക്ക് ദൃഢതയും വേഗതയും വർദ്ധിച്ചു, ചിലപ്പോൾ ഏറെ ദൂരം താണ്ടി വന്ന തീർത്ഥാടകൻ്റേതുപോലെ ദുർബലവും മന്ദവുമായി. ഇടയ്ക്ക് അവൻ പാരപ്പറ്റിൽ പിടിച്ചു നിന്ന് നിസ്സഹായതയോടെ ആകാശത്തേക്ക് നോക്കി. തിളക്കമേറിയ ചന്ദ്രക്കലയും കുഞ്ഞുനാളിൽ തന്നെ അത്ഭുതപ്പെടുത്തിയ അത്രയും നക്ഷത്രങ്ങളുമുണ്ട്. കനം കുറഞ്ഞ മേഘപടലങ്ങൾ അതിദ്രുതം നീങ്ങിക്കൊണ്ടിരുന്നു. അവ ഇടയ്ക്കിടെ ചന്ദ്രക്കലയെയും നക്ഷത്രങ്ങളെയും മറയ്ക്കുന്നു. നോക്കി നിൽക്കെ മേഘപടലങ്ങൾ നിശ്ചലം നിൽക്കുകയും ചന്ദ്രക്കലയും നക്ഷത്രങ്ങളും അതിവേഗം പായുകയുമാണെന്ന് അവന് തോന്നി. തെക്കുകിഴക്കിലേക്കാണ് അവ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷീബയുടെ ഭവനത്തിന് നേർക്ക്. കോഴിക്കുഞ്ഞുങ്ങൾ കൊത്തിപ്പെറുക്കി നടക്കുന്ന ആ കൊച്ചുമുറ്റത്തിറങ്ങി നിന്നാൽ അവൾക്കും ഇതെല്ലാം കാണാമായിരിക്കും. ഇതേ ചന്ദ്രക്കല, ഇതേ നക്ഷത്രങ്ങൾ, കയ്യെത്തും ദൂരത്തുകൂടി തിടുക്കപ്പെട്ട് സഞ്ചരിക്കുന്ന മേഘപടലങ്ങൾ എല്ലാം. അങ്ങനെ ചിന്തിച്ചും നോക്കിയും നിൽക്കെ താനും ഷീബയും തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞ് തീരെ ഇല്ലാതായെന്ന് അവന് തോന്നി. ഇവിടെ ഈ കുന്നിൻ ചെരുവിലാണ് അവളുടെ വീട്. അവിടെ ഒരു വിളക്ക് കാണാം. അതിൻ്റെ വെട്ടത്തിൽ ദീപ്തമായ മുഖത്തിൻ്റെ പാർശ്വഭാഗം. പതുക്കെ ഒന്ന് വിളിച്ചാൽ അവൾക്ക് വിളി കേൾക്കാം. ഷീബേ! ടെറസിന് അങ്ങേയറ്റത്ത് കാലച്ച കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. വല്യപ്പച്ചൻ. ജിമ്മിച്ചാ, നീ എന്ത് ചെയ്യുക ഇവിടെ? നിനക്ക് ഉറക്കമില്ലേ? അവൻ മിണ്ടാതെ നിന്നു. കുന്നക്കാട്ട് പാപ്പൻ അവൻ്റെ അരികെ വന്നു. എന്തൊരു തണുപ്പ്! തണുപ്പുണ്ട്. ജിമ്മിച്ചൻ പിറുപിറുത്തു. നിനക്കെന്താ വലിയ ആലോചന? വെറുതെ ഓരോന്ന്. ആ പെണ്ണിനെ പറ്റി ആയിരിക്കും. ജിമ്മിച്ചൻ മൗനം ആചരിച്ചു. അവളെ മറന്നു കളഞ്ഞേക്ക് മോനെ, നമുക്ക് പറ്റിയ ബന്ധമല്ല. അതിനും ഉത്തരമില്ല. ആദ്യം മതിരിക്കുകയും പിന്നീട് കഴിക്കുകയും ചെയ്യുന്ന സ്നേഹബന്ധങ്ങളുണ്ട്. അതിലൊന്നായത്. എല്ലായ്പ്പോഴും മതിരിക്കുക മാത്രം ചെയ്യുന്ന സ്നേഹബന്ധമുണ്ടോ? എല്ലാ സ്നേഹത്തിലുമില്ലേ കയ്പും മധുരവും? തർക്കിച്ച് ജയിക്കാൻ എനിക്ക് നിന്നോളം പഠിപ്പില്ല. അനുഭവങ്ങൾ മാത്രമേയുള്ളൂ. അത് എടുത്തു കാണിക്കാൻ പറ്റുകയില്ല. ലോകപരിചയം എൻ്റെ ഏറ്റവും വലിയ പഠിപ്പ്. 80 വർഷത്തെ പഠിപ്പാണോടാ 25 തികയാത്ത പഠിപ്പ് മത്സരത്തിന് നിൽക്കുന്നത്? 4 വയസ്സുള്ളപ്പോൾ നക്ഷത്രത്തെ കൈവെള്ളയിൽ വെക്കാൻ ഒക്കില്ലെന്നും ചന്ദ്രക്കല നിൻ്റെ കളിപ്പാട്ടപ്പെട്ടിയിൽ ഒതുങ്ങില്ലെന്നും എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ലായിരുന്നു. കുറച്ചുകൂടി വളർന്നപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായി. പക്ഷേ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത വേറെ ചില കാര്യങ്ങൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാലങ്ങൾ കഴിയണം. സ്നേഹം എന്താണെന്ന് മനസ്സിലാവുന്ന പ്രായമാണ് എനിക്കിപ്പോൾ. അത് സ്വീകരിക്കാനും തിരിച്ചു കൊടുക്കാനും അറിയുന്ന പ്രായം. നീ അതിൻ്റെ ദൂഷ്യഫലങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇതിലിത്ര ചിന്തിക്കാൻ എന്തുണ്ട്? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന് സ്വത്തില്ല. എനിക്ക് കിട്ടാവുന്ന ഏതാനും ലക്ഷങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ പോരെ? നിനക്കത് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നത് നിൻ്റെ വെല്ലിപ്പച്ചൻ ഇപ്പുറത്ത് സ്വത്തിൻ്റെ കൂമ്പാരം ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ടാണടാ. ജിമ്മിച്ചൻ ചിരിച്ചു. ഈ കൂമ്പാരം ഇല്ലെങ്കിലും എനിക്കൊരു പെണ്ണിനെ പോറ്റാൻ പറ്റും വെല്ലിപ്പച്ച. എന്തെളുപ്പം! ഇത് വെറും സ്വത്ത് മാത്രമാണെന്നാണോ നീ കരുതിയത്? എടാ, ഇതിനു പുറകിൽ വലിയ സ്നേഹമുണ്ട്, വലിയ ത്യാഗമുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട്. പണത്തിനോടുള്ള ആർത്തി കൊണ്ട് വാരിക്കൂട്ടി വെച്ചതല്ല ഇത്. നിൻ്റെ അമ്മ നിനക്ക് മുലപ്പാൽ തന്നപ്പോൾ തൽക്കാലം നിൻ്റെ വിശപ്പടങ്ങിക്കോട്ടെ എന്ന് മാത്രമല്ലടാ കരുതിയത്. നിൻ്റെ വളർച്ച മുഴുവൻ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. പാപ്പൻ കുറേശ്ശെ കിതയ്ക്കാൻ തുടങ്ങിയിരുന്നു. സ്വത്ത് മാത്രമല്ല തള്ളിക്കളയുന്നതെന്ന് നീ ഓർത്തു. നിൻ്റെ മാതാപിതാക്കളെ, കൂടപ്പുറപ്പുകളെ, അവരുടെ എല്ലാ പ്രയത്നങ്ങളെയും. ഞാനൊന്നും തള്ളിക്കളയുന്നില്ല. വല്യപ്പച്ചനൊക്കെ കൂടി സമ്പാദിച്ചു കൂട്ടിയ ഈ സ്വത്തിൻ്റെ പേരിൽ എന്നെ ബലിയാടാക്കരുത്. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കുറേ കൂടി വാങ്ങി ഈ ഭണ്ഡാരം വലുതാക്കുക എന്നത് എൻ്റെ കർത്തവ്യമായിട്ട് കാണുകയും അരുത്. ഞാനൊരു പെണ്ണിനെ കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവളുടെ കൂടെ ജീവിക്കണമെന്ന് തീരാത്ത മോഹം. അത് സാധിക്കുകയും ചെയ്യും. സ്ത്രീധനപ്പണം കിട്ടില്ല എന്നതൊഴിച്ചാൽ അവളെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതിൻ്റെ പേരിൽ ജീവിതം തകർന്നു പോയേക്കാവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. ഞാനൊരു IAS-കാരനോ IPS-കാരനോ ആണെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന ഒരു പെണ്ണ് വേണമെന്ന് ശഠിക്കാമായിരുന്നു. ഞാനൊരു കൃഷിക്കാരൻ. നീ പണമൊന്നും സമ്പാദിക്കണ്ട. ഈ കുടുംബത്തിൻ്റെ അഭിമാനം നിലനിർത്തിയാൽ മതി. കൂടുതൽ അഭിമാനിക്കാവുന്ന നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഉള്ളത് കളയാതിരിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട്.
ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഭാര്യയായി സ്വീകരിച്ച് അവൾക്കൊരു ജീവിതം കൊടുത്താൽ നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം തകരുകയാണോ അതോ കൂടുകയാണോ എന്ന് വല്യപ്പച്ചൻ തന്നെ തീരുമാനിച്ചാൽ മതി. ഈ കുടുംബത്തിൻ്റെ അഭിമാനം ഈടുറ്റതാണോ അതോ പൊള്ളയാണോ എന്ന് ഞാനുമൊന്ന് അറിയട്ടെ. എന്നിട്ട് വേണം അത് നിലനിർത്താനുള്ള ബാധ്യത എനിക്കുണ്ടോ എന്ന് നിശ്ചയിക്കാൻ. പാപ്പൻ അവനെ നോക്കി ഏതാനും നിമിഷം അനങ്ങാതെ നിന്നു. പിന്നെ നിരാശയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടി. ഞാൻ വാക്കു കൊടുത്തു, അത് നടക്കണം. ജിമ്മിച്ചൻ അയവില്ലാത്ത സ്വരത്തിൽ പറഞ്ഞു. അത് നടക്കില്ല വല്യപ്പച്ച. എൻ്റെ ജീവിതമെടുത്ത് ലേലം വിളിക്കാനും പണയം വയ്ക്കാനും വിൽക്കാനും ആർക്കാ അവകാശം? ജനിപ്പിച്ച് വളർത്തിയ അപ്പനും അമ്മയ്ക്കും പോലുമില്ല. കൊടുത്ത വാക്ക് തിരിച്ചു എടുത്തേക്ക്. പാപ്പൻ ഇതുവരെ കേൾക്കാത്തത്ര ദൃഢതയും മൂർച്ചയുള്ളതുമായിരുന്നു അവൻ്റെ വാക്കുകൾ. പാപ്പൻ പിന്നെ ഒരക്ഷരം ഉരിയാടാതെ തിരിഞ്ഞു നടന്നു. ജിമ്മിച്ചൻ വിവിശതയോടെ ആ പോക്ക് നോക്കി നിന്നു. ഭൂമിയിലെ പ്രകാശമെല്ലാം മങ്ങിയതുപോലെ അവന് തോന്നി. എവിടെയോ വാത്സല്യത്തിൻ്റെ ഒരു പരിക്കൻ താരാട്ട് പൊടുന്നനെ നിലയ്ക്കുന്നു. സ്നേഹമന്ത്രണങ്ങൾ മൂകവിലാപങ്ങളാവുന്നു. ഇളം ചുണ്ടിലേക്ക് നീട്ടപ്പെട്ട ഒരു ഉരുള ചോറ് താഴെ വീണ് ചിതറി. അവന് അവിടെ നിന്നൊന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. ഹാളിൽ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നു. സ്വസ്ഥതയും അമർഷവും ദുഃഖവും പൂണ്ട മുഖങ്ങൾക്ക് മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്ന കുറ്റവാളിയെ പോലെ ജിമ്മിച്ചൻ. ഔസേപ്പച്ചൻ തീർത്തു പറഞ്ഞു. ഞങ്ങളാരും ഇതിന് സമ്മതിക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. എനിക്കിങ്ങനൊരു മകനില്ലെന്ന് ഞാൻ കരുതും, അത്രയേ ഉള്ളൂ. ജിമ്മിച്ചൻ ഒരു മന്ദബുദ്ധിയെപ്പോലെ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നിനക്കൊന്നും പറയാനില്ലേ? അമ്മ രോഷത്തോടെ ചോദിച്ചു. പെറ്റ തള്ളയേക്കാളും സ്വന്തം അപ്പനേക്കാളും നിന്നെ പുന്നാരിച്ച് ഇത്രത്തോളമാക്കിയ അപ്പച്ചനേക്കാളും വലുതാണോ നിനക്കവൾ? ജിമ്മിച്ചൻ സ്ഥലകാലബോധം വീണ്ടു കിട്ടിയതുപോലെ അവരെയെല്ലാം മാറി മാറി നോക്കി. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആ പെണ്ണിനെ സ്നേഹിച്ചു പോയി. എൻ്റെ തെറ്റ്. ഇപ്പോൾ ജയൻ്റെ വീട്ടുകാർ അവളുടെ വീട്ടിൽ ചെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടാകും. അതും എൻ്റെ തെറ്റ്. ആ പാവം പെണ്ണിന് ആശ കൊടുത്തിട്ട് ഇനി പിന്മാറാൻ വയ്യ. സ്വർഗത്തോളം ഉയർത്തിയിട്ട് നരകത്തിലോട്ട് തള്ളുന്നത് പോലെയായിരിക്കും അത്. ആ തെറ്റുകൂടി ചെയ്യാൻ എനിക്ക് വയ്യ. അതിൻ്റെ പേരിൽ എന്ത് ഭൂകമ്പമുണ്ടായാലും എൻ്റെ പ്രാണൻ തന്നെ നഷ്ടപ്പെട്ടാലും ശരി, വേറൊന്നും എനിക്ക് പറയാനില്ല. ജിമ്മിച്ചൻ എഴുന്നേറ്റ് മെല്ലെ കോണിപ്പടി കയറാൻ തുടങ്ങി. സാലി ഒരു ട്രേയിൽ ചായക്കപ്പുകൾ കൊണ്ടുവന്ന് ടീപ്പോയ്മേൽ വെച്ചു. ജയൻ ഒരു കപ്പെടുത്ത് ഒരു ഇറുക്ക് ചായ കുടിച്ചിട്ട് ജിമ്മിച്ചനെ നോക്കി പറഞ്ഞു. ആരോടും പറയാതെ എന്നാ പോക്കാ നീ പോയത്? കടുവ അന്വേഷിക്കാത്ത സ്ഥലമില്ല. അവസാനം ഞങ്ങളെ വിളിച്ച് ചോദിച്ചപ്പോൾ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നു. അത് നന്നായി, ജിമ്മിച്ചൻ പറഞ്ഞു. ഒളിച്ചുകളിയുടെ ടെൻഷൻ ഇനി വേണ്ടല്ലോ. എല്ലാം എല്ലാവരും എപ്പോഴെങ്കിലും അറിയേണ്ടതായിരുന്നല്ലോ. നീ പോയിട്ട് അവളെ കണ്ടോടാ? കുഞ്ഞുമോൻ ചോദിച്ചു. കാണാതെ അവൻ പോരുമോ? ജയൻ അമർഷമടക്കി പറഞ്ഞു. ആട്ടെ, ഇത്രയല്ല ഭൂകമ്പമുണ്ടായി. നിന്റെ ഒടുക്കലത്തെ തീരുമാനം എന്താ? അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്താനാണോ? കുഞ്ഞുമോൻ ചോദിച്ചു. സാലി ഈർഷ്യയോടെ കുഞ്ഞുമോനെ നോക്കി. കാശില്ലാത്തവരെല്ലാം കുഞ്ഞുമോനും വെറും അട്ടകളല്ലേ? ഓടി മിണ്ടാതെ, ജയൻ കയർത്തു. പാലായി പോയി നിന്നെ കെട്ടിയതാ സകല കുഴപ്പത്തിനും കാരണം. ആരും നിർബന്ധിച്ചില്ലായിരുന്നല്ലോ. മിണ്ടരുത് നീ. എന്നെ പ്രതി ആരും ഇവിടെ വഴക്കുണ്ടാക്കണ്ട. ഷീബിയെ കല്യാണം കഴിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇനി അത് തിരുത്താൻ നോക്കണ്ട. കഷ്ടം. കുഞ്ഞുമോൻ പുച്ഛിച്ചു. ഇത്രയും നാൾ കൂടെ നടന്നിട്ട് ഇവനൊരു വങ്കനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ കർത്താവേ. നീ പറഞ്ഞാൽ എനിക്ക് ക്ഷമാശക്തിയും കൂടിക്കൂടി വരികയാ. ജിമ്മിച്ചൻ പറഞ്ഞു. അല്പനേരത്തേക്ക് അവിടെ നിശബ്ദത കൂടുകെട്ടി. ഒടുവിൽ കുഞ്ഞുമോൻ പറഞ്ഞു. എന്നാ പിന്നെ എന്നാ മൂഞ്ചാനാ ഇനി ഇവിടെ ഇരിക്കുന്നേ? അവനവൻ്റെ പാട്ടിന് പോകരുതോ? എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട്, ജിമ്മിച്ചൻ പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ ഇല്ലയോ? കുഞ്ഞുമോനും ജയനും പരസ്പരം നോക്കി. നീ എവിടെ ചെന്ന് കഴിവേറിയാലും നിന്നെ തള്ളിക്കളയാൻ പറ്റുമോടാ ഞങ്ങൾക്ക്? കുഞ്ഞുമോൻ പറഞ്ഞു. കൂട്ടുകെട്ടിപ്പോയില്ലേ? ജയൻ പൂരിപ്പിച്ചു. അന്നും ഇന്നും എന്നും എൻ്റെ എല്ലാ അനുഗ്രഹാശിസും ജിമ്മിച്ചനുണ്ട്, സാലി സന്തോഷത്തോടെ പറഞ്ഞു. കാണും അവിടെ അമ്മയെ കെട്ടിച്ച വകയിലുള്ള ബന്ധമല്ലേ? ജയൻ പിറുപിറുത്തു. നാളെ പാലായിലേക്ക് പോവുകയാ, ജിമ്മിച്ചൻ പറഞ്ഞു. ഷീബയുടെ വീട്ടുകാരുമായി നേരിട്ട് സംസാരിക്കണം. കൊച്ചേട്ടൻ ഇതിനകം അവിടെ ചെന്ന് വിവരങ്ങൾ അറിയിച്ച് കാണും. അവരുടെ അഭിപ്രായവും തീരുമാനം അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാം, ജയൻ പറഞ്ഞു. വളരെ സന്തോഷം, ജിമ്മിച്ചൻ എഴുന്നേറ്റു. ഒറ്റത്തടിപ്പാലത്തിന് ഇക്കരെ കാർ നിർത്തി ജിമ്മിച്ചനും ജയനും ഇറങ്ങി. ജയൻ കാറിനകത്തേക്ക് കൈയിട്ട് 4-5 തവണ ഹോൺ നീട്ടിയടിച്ചു. അക്കരെ ചെരുവിലെ വീട്ടുമുറ്റത്ത് ആരെയും കണ്ടില്ല. ജിമ്മിച്ചൻ മുൻപേയും ജയൻ പിമ്പേയുമായി പാലം കടന്ന കയ്യാലുകൾ കയറി വീട്ടുമുറ്റത്തെത്തി. പിച്ചാത്തിമുനിയിൽ കാൽനഖം ചുരണ്ടിക്കൊണ്ട് ചാണകം എഴുതിയ തിണ്ണയിൽ ഇരിപ്പുണ്ടായിരുന്നു ബേബി.
അയാളുടെ ചുണ്ടത്ത് പുകയുന്ന ബീഡിത്തുണ്ട്. ബേബി മുഖമുയർത്തി ആഗതനെ നോക്കി. ജിംമിച്ചനെ കണ്ടതും അയാളുടെ മുഖം ഇരുണ്ടു. എന്നെ മനസ്സിലായോ? ഭരണങ്ങാനത്തെ കൊച്ചേട്ടൻ്റെ മകൾ സാലിയുടെ ഭർത്താവ് ജയൻ. ആ, കല്യാണത്തിനെങ്ങാണ്ട് കണ്ടതാ. റോഡിൽ വെച്ച് കണ്ടാൽ അറിയത്തില്ല. പൗലോസിയേട്ടനില്ലേ ഇവിടെ? ജയൻ ചോദിച്ചതും പുരയ്ക്കകത്തു നിന്ന് ആരാ എന്ന് ചോദിച്ചുകൊണ്ട് പൗലോസിയേട്ടൻ ഇറങ്ങി വന്നു. ജിമ്മിച്ചിനെ കണ്ട് അയാൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു. ജയനെ അയാൾ ശ്രദ്ധിച്ചതേയില്ല. നിനക്ക് എന്താ ഇവിടെ കാര്യം? ചോദ്യത്തിൽ പക നിറഞ്ഞിരുന്നു. ഷീബയില്ലേ ഇവിടെ? തെല്ലമ്പരപ്പിൽ ജിമ്മിച്ചൻ ചോദിച്ചു. അവളുണ്ട്. എന്താ? അവളെ കണ്ടിട്ട് എന്തോ വേണം? ജിമ്മിച്ചൻ ചിന്താകുഴപ്പത്തോടെ ജയനെ നോക്കി. നോവൽ നാളെ തുടരും.